ഇന്ന് അമൃതം പൊടിയിൽ ഒരു ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചു കുട്ടികളുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം, ഇത് അമൃതം പൊടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ അമൃതം പൊടി വെച്ച് നമുക്കൊരു ലഡു ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് അമൃതം പൊടി, 1/2 കപ്പ് ശർക്കര, കുറച്ച് തേങ്ങ, ഒരു പകുതിയോളം വരുന്ന തേങ്ങ, പകുതി മുറിയുടെ തേങ്ങ, അതുപോലെ കുറച്ച് കപ്പലണ്ടി, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ കപ്പലണ്ടിയുടെ സ്ഥാനത്ത് നമുക്ക് എല്ലാ നട്ട്സുകളും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കപ്പലണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യ് തന്നെ ഒഴിക്കണം, ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം അമൃതം പൊടി നമുക്ക് ആ നെയ്യിലോട്ടിട്ട് നന്നായിട്ട് ചൂടാക്കണം, നന്നായിട്ട് വറുത്തെടുക്കുക. ഏകദേശം ഇതിൻ്റെ ഇപ്പം തന്നെ നല്ല മണമുണ്ട്, എന്നാലും നെയ്യിലിട്ട് വറുത്തെടുക്കുമ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ തീ വളരെ കുറച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് അമൃതം പൊടിയെ നമുക്ക് സാവകാശം ചെറു തീയിലിട്ട് വറുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വറുത്ത് മാറ്റിയതിന് ശേഷം വേറൊരു പാനിൽ കുറച്ച് നെയ്യ് തന്നെ ഒഴിക്കുക. നെയ്യ് തന്നെ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഈ കപ്പലണ്ടി ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഇത് മൂപ്പിച്ചതിന് ശേഷം കപ്പലണ്ടി നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിന് ശേഷം ആ പാനിൽ തന്നെ ഇനി നെയ്യൊന്നും ഒഴിക്കേണ്ട, നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ, ചെറിയ ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ടത്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി ഈ തേങ്ങയിലോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ശർക്കര, നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ 1/4 കപ്പ് ശർക്കര ഒന്ന് ചൂടാക്കി അരിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫാക്കുക. അതിന് പ്രത്യേകിച്ച് പരുവമൊന്നുമില്ല, ഒന്ന് അരിഞ്ഞ് വരിക, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഈ ശർക്കര കൂടെ അരിച്ച് ഈ തേങ്ങയും മാവുമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതിലൊഴിച്ച് മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറു തീ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ തീ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. ഈ ഇത് കപ്പലണ്ടി പൊടിച്ചതാണ്. അപ്പം കപ്പലണ്ടി ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കണം. വളരെ ചെറിയ തരിയിട്ട് കപ്പലണ്ടി പൊടിച്ചെടുക്കുക. കപ്പലണ്ടിയും കൂടെ അതിൽ മിക്സ് ചെയ്യണം. കുറച്ച് ഒരു 50 ഗ്രാം ചോക്ലേറ്റ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച്, അത് നമുക്ക് വേണമെന്നുള്ളവർക്ക് മതി, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് 1 സ്പൂൺ പാലൂടെ ഒഴിച്ച് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ആ ചൂടുവെള്ളത്തിൽ വെച്ച് നമുക്കതിനെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം ആ ചോക്ലേറ്റ് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വറുത്ത് കപ്പലണ്ടിയൊക്കെ ഇട്ട് ഏലക്കാപ്പൊടിയെല്ലാം ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ ചോക്ലേറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മാവൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് വിരകിയെടുക്കാം. അപ്പോൾ കൈകൊണ്ട് വിരകിയെടുത്താൽ മാത്രമേ നന്നായിട്ട് വിരകിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈകൊണ്ട് വിരകിയെടുക്കുക. തണുത്തതിന് ശേഷം എന്നാൽ ചെറിയൊരു ചൂടും ഉണ്ടായിരിക്കും. അതിന് ശേഷം ഇതിനെ നന്നായിട്ട് വിരകി ചെറിയ ഉരുളകളായിട്ട്, നമുക്ക് ഏതുതരം ഉരുളകളാണോ ആവശ്യമുള്ളത് ആ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനൊരു ചെറിയ ചൂടുണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചൂടിന് ഇതിനത്രയും ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് തണുക്കാൻ വെക്കേണ്ടതാണ്. തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നല്ല കട്ടയ്ക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കതിനെ തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞതാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ലഡു കിട്ടുന്നതാണ്.